ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ലോകത്ത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് വസ്തുതകളാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിലും മുന്നേറാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ലോകത്ത് ഭൂരിപക്ഷം ആളുകളും അവരെ സംബന്ധിച്ച് ലക്ഷ്യങ്ങളുണ്ടെങ്കിലും ലക്ഷ്യങ്ങൾ സാധിക്കാൻ കഴിയാത്തവരാണ്. നിങ്ങൾ ഐഡിയലിസ്റ്റുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്കറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. ഉദാഹരണത്തിന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ഉണ്ട്, അത് വികസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇവർക്ക് ധാരാളം ഐഡിയകളുണ്ട്, പ്ലാനുകളുണ്ട്. എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, പ്ലാൻ ചെയ്യും. ഒരുപാട് ഐഡിയാസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ? ഒന്നുമല്ല. ഇവർക്ക് നല്ല അറിവുണ്ട്. ഇപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ അറിയാം, എങ്ങനെ സെയിൽ ചെയ്യണമെന്നറിയാം, ഇതൊക്കെ അറിയാം. നല്ല കഴിവുള്ള ആൾക്കാർ, നല്ല ബുദ്ധിശക്തിയുള്ളവർ. പക്ഷേ ഇവർ കാര്യങ്ങൾ നടപ്പിൽ വരുത്തത്തില്ല. പ്ലാനുകളും പദ്ധതികളും കൊണ്ട് മാത്രം ഇങ്ങനെ പോകും. എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ചിന്തിക്കും, എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യും, എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. പക്ഷേ കാര്യങ്ങൾ നടപ്പിൽ വരുത്തത്തില്ല. യഥാർത്ഥത്തിൽ സാധനം നടക്കില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഐഡിയലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇവർക്ക് ഒരിക്കലും ഒന്നും നേടാൻ കഴിയത്തില്ല. ഇവർക്ക് ഇങ്ങനെ പദ്ധതികളായിട്ട് പോകത്തേ ഉള്ളൂ. നേടുന്നവർ, ലോകത്ത് നേട്ടങ്ങൾ കൊയ്ത ആൾക്കാർ ശരിക്കും ചെയ്യുന്നവരാണ്, കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നവരാണ്. ചിലപ്പോൾ അവർക്ക് ഫെയിലിയേഴ്സൊക്കെ സംഭവിക്കാം. അവർ ഫെയിലിയേഴ്സിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് മുന്നേറും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അൺസ്റ്റോപ്പബിൾ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ. ഞാൻ ശ്രീകാന്ത് വാസുദേവൻ, മൈൻഡ് സെറ്റ് കോച്ച്, ഹിപ്നോതെറാപ്പിസ്റ്റ്, NLP മാസ്റ്റർ പ്രാക്ടീഷണർ ആൻഡ് ട്രെയിനർ. ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് ലോകത്ത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന കുറച്ച് വസ്തുതകളാണ്. അറിയാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം തിരിച്ചറിഞ്ഞ വസ്തുതകൾ. എല്ലാവർക്കും അറിയാമായിരിക്കാം, ഒരുപക്ഷെ വളരെ സാധാരണക്കാരായ ഒരു മനുഷ്യർക്ക് പോലും അറിയാമായിരിക്കാം, പക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അറിവും തിരിച്ചറിവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുറ്റത്ത് ധാരാളം കല്ലുകൾ കിടപ്പുണ്ട്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു വജ്രമോ ഒരു മരതകമോ മാണിക്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ എക്സ്പേർട്ടായ ഒരാൾക്ക് മാത്രമേ സാധ്യമുള്ളൂ. അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. നമുക്കിതിനെ എല്ലാം കാണാൻ നമുക്ക് സാധ്യമാണ്. എന്ന് പറയുന്ന പോലെ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. അതായത് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് വിവരം വേണമെങ്കിലും നമുക്ക് ലഭിക്കും. കാരണം ലഭ്യതയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഇതിൽ ഏത് കൊള്ളണം, ഏത് തള്ളണം, നെല്ലും പതിരും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കത്തില്ല. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പേർട്ടുകളുടെ സഹായം തന്നെ നമുക്ക് വേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം, പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. തിരിച്ചറിയണം, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. അവിടെയാണ് ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യം വരുന്നത്. ഒരു ഇൻഫർമേഷൻ ഇത് നമുക്ക് യോജിച്ചതാണോ, അല്ലെങ്കിൽ എത്രമാത്രം യോജിച്ചതാണ്, അല്ലെങ്കിൽ ഏറ്റവും യോജിച്ചത് തനിക്ക് എന്താണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പേർട്ടിൻ്റെ സഹായം വേണം. ലോകത്ത് വൻ വിജയം നേടിയിട്ടുള്ള ആളുകൾ, ലോകത്തിൻ്റെ നെറുകയിലെത്തിയിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാവർക്കും ഒരു ഗുരു ഉണ്ടായിരുന്നു. അവരുടെ ഉള്ളിലെ കഴിവുകൾ വെളിയിൽ കൊണ്ടുവരാനും അവരെ വിജയത്തിലേക്ക് നയിക്കാനും ഒരു ഗുരു ഉണ്ടായിരുന്നു. ഈ ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവരിതെല്ലാം ചെയ്തിട്ടുള്ളത്. അവരുടെ ആ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ അവരുടെ മൈൻഡിൽ നിന്ന്, അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ ശക്തിയെ വെളിയിൽ കൊണ്ടുവരാൻ, വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് എക്സ്പേർട്ടുകൾ ഉണ്ടായിരുന്നു. അത് അന്ന് പഴയ കാലത്തും പുതിയ കാലത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പേർട്ടിനെ തേടുന്നതിൽ നിങ്ങൾ ഒരിക്കലും ഒരു സംശയിച്ച് നിൽക്കരുത്. അത്തരം ഒരു എക്സ്പേർട്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നിടത്തു നിന്ന് നിങ്ങളെ പെട്ടെന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വിജയം വളരെ വേഗത്തിലാക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ നിന്നു പോയേക്കാം. ബാഹ്യമായ എല്ലാ നേട്ടങ്ങളും തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാത്രമല്ല, മനസ്സിൻ്റെ ശക്തിയെ ഫലപ്രദമായി ഉപയോഗിക്കുവാനും ലക്ഷ്യങ്ങൾ നേടുവാനും നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളവരുമായിരിക്കാം. അഫർമേഷനുകൾ, മെഡിറ്റേഷനുകൾ, വിഷ്വലൈസേഷനുകൾ, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ, വിഷൻ ബോർഡുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള മാജിക്കൽ ടെക്നിക്സുകൾ, അല്ലെങ്കിൽ അതീന്ദ്രിയ വിദ്യകളൊക്കെ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാവാം. എന്നിട്ടും വിജയത്തിലേക്ക് എത്താനാവാത്തവർ, ലക്ഷ്യത്തിലേക്ക് എത്താനാവാത്തവർ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? മറ്റൊന്നുമല്ല, വിജയത്തിലേക്ക് പോകാനുള്ള തുടക്കം മാത്രമാണ് ഇതൊക്കെ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുവാനും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോക്കസ് തരുവാനും, നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഗോള് കൊണ്ടുവരാനും, നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മുഴുവൻ കേന്ദ്രീകരിക്കാനും ഒക്കെ സഹായിക്കും.
പക്ഷേ അത് മാത്രമല്ല, അതല്ലാതെ മറ്റ് ചില ഘടകങ്ങൾ, വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള, ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ മറ്റു ചില ഘടകങ്ങളുണ്ട്, ചില കാണാക്കണ്ണികളുണ്ട്. ഇവയെ കൂടെ നിങ്ങൾ അറിഞ്ഞ് അത് നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ, വിജയത്തിലെത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര തുഴഞ്ഞാലും വഞ്ചി കരക്കെത്തില്ല. ഏത് മേഖലയിലായിക്കോട്ടെ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം, ലക്ഷ്യങ്ങൾ നേടണം, വിജയിക്കണം, നേട്ടങ്ങൾ വേണം. അത് സമ്പത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ബിസിനസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, തൊഴിലിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ പഠനത്തിലോ കലാകായിക രംഗത്തിലോ സാഹിത്യത്തിലോ എന്തിലോ ആയിക്കോട്ടെ, നമുക്ക് വൻ വിജയങ്ങൾ നേടണമെങ്കിൽ അതിന് വമ്പൻ പരിശ്രമങ്ങൾ ആവശ്യമാണ്. കഠിനമായി പണിയെടുക്കണം. പക്ഷെ കഠിനമായി വെറുതെ പണിയെടുത്താൽ മതിയോ? പോരാ. ശരിയായ രീതിയിൽ പണിയെടുക്കണം. ശരിയായ രീതിയിൽ, മതിയായ രീതിയിൽ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ലക്ഷ്യത്തെ നേടാൻ കഴിയുള്ളൂ, വമ്പൻ ലക്ഷ്യത്തെ, വൻ നേട്ടങ്ങളിൽ എത്താൻ കഴിയുള്ളൂ. ഇത് എങ്ങനെ ചെയ്യണം? നമ്മൾ വെള്ളം തിളപ്പിക്കുക എന്ന് പറയും. വെള്ളം തിളപ്പിക്കണമെങ്കിൽ 100 ഡിഗ്രി തിളയ്ക്കണം. അപ്പോൾ 100 ഡിഗ്രി ആകുന്നിടം വരെ നമ്മൾ ചൂടാക്കിക്കൊണ്ടേയിരിക്കണം ആ വെള്ളം. നമ്മൾ ഇടയ്ക്ക് കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ചൂടാക്കണം. ചൂടാക്കിയാൽ മാത്രം പോരാ, 100 ഡിഗ്രിയിൽ എത്തുന്നത് വരെ ചൂടാക്കിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ചെയ്യുന്ന ശരിയായ പ്രവൃത്തി, കഠിനമായ ഈ പ്രവൃത്തി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നമ്മൾ ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു പുതിയ അറിവൊന്നുമല്ല. ഇത് കേൾക്കാത്ത ഒരാൾ പോലും കാണത്തില്ല. പക്ഷേ ഇവിടെ എന്താണ് ചിന്തിക്കേണ്ട വിഷയം? നമ്മുടെ ഈ അറിവ് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രാവർത്തികമാകാത്ത അറിവ് പ്രയോജനരഹിതമാണ്, അത് വേസ്റ്റാണ്. അത് ഒരു അറിവ്, നിങ്ങളുടെ പ്രാഗൽഭ്യം ഇത് പ്രവൃത്തിപഥത്തിൽ വരുമ്പോഴാണ്, പ്രാവർത്തികമാക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അറിയാമായിട്ടും ഇത് പ്രവൃത്തിയിൽ വരാത്തത്? നമ്മുടെ അറിവ്, നമ്മുടെ കഴിവുകൾ അത് പ്രവൃത്തിപഥത്തിലാകത്തക്ക രീതിയിലുള്ള ഒരു മെസ്സേജ് നമ്മുടെ മനസ്സിൻ്റെ അബോധ തലങ്ങളിൽ ആഴത്തിൽ പതിയേണ്ടതായിട്ടുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ, വലിയ നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ, അത് ഏത് മേഖലയിലായാലും കഠിനമായി, ശരിയായി, നിരന്തരം ലക്ഷ്യത്തിലെത്തുന്നത് വരെ പണിയെടുക്കണം, കഠിനാധ്വാനം ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് നടപ്പിൽ വരാത്തതിൻ്റെ കാരണം 5 കാരണങ്ങളാണ് അതിനുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്താണ്? ഇഫ് യു വാണ്ട് അച്ചീവ് ബിഗ് തിങ്സ് യു ഹാവ് ടു തിങ്ക് ബിഗ്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ വലിയ രീതിയിൽ ചിന്തിക്കാൻ കഴിയണം. പലർക്കും അത് സാധ്യമല്ല. പലരുടെയും ചിന്തകളും സ്വപ്നങ്ങൾ പോലും ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കുറേ ലിമിറ്റിംഗ് ബിലീഫുകൾ നമുക്ക് ചുറ്റിനും ഉള്ളത് കൊണ്ടാണ് നമുക്ക് വലിയ രീതിയിൽ ചിന്തിക്കാൻ പോലും കഴിയാതെ വരുന്നു. ദാറ്റ് ഈസ് നമ്പർ 1. ഇനി നമ്മൾ വലിയ ഡ്രീമുകളൊക്കെ കണ്ടാൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അത് നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങളുടെ ഗോളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഗോളായിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്: നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല. അത് പല ആൾക്കാരും ഇത് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാം എന്ന് മറുപടി പറയുന്നവരായിരിക്കാം. പക്ഷെ ഞാൻ അവരോട് ഒറ്റ നിമിഷം നിങ്ങൾക്ക് എത്ര രൂപ വേണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറേ നേരം ചിന്തിക്കേണ്ടി വരും. കാരണം യു ആർ നോട്ട് ക്ലിയർ അബൌട്ട് ദാറ്റ്. പക്ഷെ ഒരുപക്ഷെ എൻ്റെ ചോദ്യം കേട്ടതിന് ശേഷം നിങ്ങൾ കുറേ നേരം ചിന്തിച്ചിട്ട് ഓക്കെ, ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എൻ്റെ ജീവിതം സന്തോഷകരമായി പോകും എന്ന് നിങ്ങളൊരു കൺക്ലൂഷൻ എത്തിയേക്കാം. പക്ഷെ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ആൻസർ പറയാൻ നിങ്ങളുടെ ഉള്ളിൽ ഇല്ല. കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ ഏരിയകളിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു വ്യക്തതയില്ല നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത്. ദാറ്റ് ഈസ് നമ്പർ 2. ഇനി മൂന്നാമത്തെ കാര്യം, രണ്ടാമത്തത് ഉണ്ടെങ്കിലേ പിന്നെ മൂന്നാമത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം നമുക്ക് എന്ത് വേണം എന്നറിഞ്ഞാൽ മാത്രമേ മൂന്നാമത്തെ കാര്യമായിട്ടുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ ഒരു പദ്ധതി ഉണ്ടാവത്തുള്ളൂ. ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക, അത് നമ്മുടെ പ്രായോഗികമായ ഒരു പദ്ധതി. വെറുതെ പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. പ്രായോഗികമല്ലാത്ത, നടപ്പാക്കാൻ കഴിയാത്ത ഒരു പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ പ്രായോഗികമായ പദ്ധതികളില്ല പല ആൾക്കാർക്കും. പക്ഷെ അതിന് തന്നെ ആദ്യം നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ അതിനുവേണ്ടി നമുക്ക് പ്രായോഗിക പദ്ധതി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പല ആൾക്കാർക്ക് ഇനി ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും
പദ്ധതികൾ പ്രായോഗികമല്ല പലരുടെയും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്രായോഗികമായ ഒരു പദ്ധതി ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തേത്. നാലാമത്തേത്, ഇപ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യം പ്രായോഗിക പദ്ധതി ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നാലാമത്തേത്, ആത്മവിശ്വാസം. എനിക്ക് ഇത് നേടാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം. അത് ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അഞ്ചാമത്തെ കാര്യം നടക്കുള്ളൂ. എന്താണ്? ഞാനിത് നേടുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം. ഞാനിത് നേടും, ഇത് ഞാൻ അച്ചീവ് ചെയ്യും എന്നുള്ളൊരു തീരുമാനം, ഉറച്ച തീരുമാനം, അചഞ്ചലമായൊരു തീരുമാനം. ആ തീരുമാനം എടുക്കുക. ആ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും എന്നുള്ളതാണ്. ഈ അഞ്ചാമത്തെ കാര്യം നടന്നാൽ അത് നടന്നിരിക്കും. പക്ഷെ അഞ്ചാമത്തെ കാര്യം മാത്രമായി സംഭവിക്കില്ല. അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം പോലെ തുടങ്ങണം. നിങ്ങൾക്ക് വലിയ രീതിയിൽ ചിന്തിക്കുവാനും കൃത്യമായ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുകയും പ്രായോഗികമായ പദ്ധതികൾ ഉണ്ടായിരിക്കുകയും ആ പദ്ധതി നടപ്പിൽ വരുത്താൻ ആവശ്യമായ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും കഴിയുള്ളൂ. പല ആൾക്കാരും ഞാൻ ചോദിക്കും, ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാനിത് അച്ചീവ് ചെയ്യുന്ന ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നല്ല തീരുമാനം. ഉറച്ച തീരുമാനം വെറുതെ പറയാം, പക്ഷെ ഉറച്ച തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ അബോധ തലത്തിലാണ്, ആഴങ്ങളിലാണ് അത് കിടക്കുന്നത്. അതുണ്ടെങ്കിൽ നിങ്ങളത് അച്ചീവ് ചെയ്തിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണം. പല ആളുകളോടും ചോദിച്ചാൽ പറയും, എനിക്ക് കൃത്യമായ ലക്ഷ്യം, വ്യക്തമായ ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി ഞാൻ തീരുമാനിച്ചുറച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ പലപ്പോഴും അങ്ങനെയൊന്നും ആയിരിക്കില്ല യഥാർത്ഥ വസ്തുത. കാരണം യഥാർത്ഥത്തിൽ ഒരാൾക്ക് കൃത്യവും വ്യക്തവുമായ ലക്ഷ്യം ഉണ്ടായിരിക്കുകയും അതിനുവേണ്ടി ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവരത് അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണോ എന്ന് അറിയാൻ എന്താ മാർഗം? അതിന് ചില ലക്ഷണങ്ങളുണ്ട്. ഒന്നാമത്, അങ്ങനെ ഒരാളെ ഒരു ശക്തിക്കും തടയാൻ പറ്റില്ല. നത്തിങ്, നോ വൺ, നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ഹിം. അതാണ്, ഹി വിൽ ബി അൺസ്റ്റോപ്പബിൾ. ആ വ്യക്തിയെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഇയാള് നിരന്തരം അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരിക്കും. മുഴുവൻ സമയവും അയാൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരിക്കും. അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മറ്റു ജോലികൾ ഉണ്ടെങ്കിൽ അയാൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അയാൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇതിനുവേണ്ടി അയാൾ സമയം കണ്ടെത്തുകയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാണ്ട് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അയാൾക്ക് അലസത എന്ന് പറയുന്ന സംഗതി അയാൾക്ക് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് നമ്പർ 2. നമ്പർ 3, ഈ പോകുന്ന പോക്ക് നിങ്ങൾക്കറിയാലോ, വമ്പൻ ലക്ഷ്യമാണെങ്കിൽ അതത്ര ഈസി ടാസ്ക് ഒന്നും ആയിരിക്കില്ല. അതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും, വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാവും. ചില പ്ലാനുകൾ തെറ്റിപ്പോയെന്നിരിക്കും, കാര്യങ്ങളൊന്നും അത്ര സ്മൂത്ത് ആയിരിക്കില്ല, ചില കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല, ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ യാത്ര അയാൾ ആസ്വദിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്, അയാൾക്ക് അവസരങ്ങള് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും ഉയർന്നു വരുന്നതായിട്ട് അനുഭവപ്പെടും. എന്നാൽ ഈ ഫോക്കസ് ഇല്ലാത്ത ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവർ പലപ്പോഴും പരാതിപ്പെടുന്ന അവസരങ്ങളില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടുന്നില്ല എന്നാണ്. പക്ഷെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും അവസരങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യം വ്യക്തമായ ലക്ഷ്യമുള്ള ഒരാളാണ് നിങ്ങൾ, ദൃഢനിശ്ചയം എടുത്തുള്ള ഒരാളാണ്. കൃത്യവും വ്യക്തവുമായ ലക്ഷ്യത്തോടെ, പ്രായോഗികമായ പദ്ധതികളോടെ, ദൃഢനിശ്ചയത്തോടെ, ആത്മവിശ്വാസത്തോടെ ഈ ലക്ഷ്യത്തെയും പദ്ധതികളെയും നിശ്ചയത്തെയും മനസ്സിന്റെ അബോധതലത്തിന്റെ ആഴങ്ങളിൽ പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരാളെ ഈ ലോകത്ത് ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല.